അപ്പോൾ അതേപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ KS പ്രിപ്പയർ ചെയ്തപ്പോഴും അതേപോലെ UPSC പ്രിപ്പയർ ചെയ്തപ്പോഴും ഈ പ്രിലിംസ് ആൻഡ് മെയിൻസ് 2 തട്ടുകളുണ്ടല്ലോ, ഈ 2 സ്റ്റേജസ് ആണല്ലോ, രണ്ടിൻ്റെയും സിലബസുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പം എങ്ങനെയായിരുന്നു ഇതിനെ ഒരുമിച്ചാണോ പ്രിപ്പയർ ചെയ്തത്, അതോ ഓരോന്നിനും വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടൈം കണ്ടെത്തി പ്രിപ്പയർ ചെയ്യുകയാണോ ചെയ്തത്? ഇല്ല, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇൻകേസ് സിവിൽ സർവീസ് ആണെങ്കിലും പ്രിലിംസും മെയിൻസും ഒരുമിച്ച് തന്നെ ചെയ്യുക. അതുപോലെ ഇപ്പോൾ KASൻ്റെയും സിവിൽ സർവീസിൻ്റെയും സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സിമിലറാണ്. ആകെ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം സിമിലർ ആയിട്ടാണ്. അതിനെ ഡിവൈഡ് ചെയ്ത് പേപ്പേഴ്സ് ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. പ്രിലിംസിലും മെയിൻസിലും അതിനെ ഡിവിഷൻ പല രീതിയിൽ അതിനെ കമ്പൈൻ ചെയ്തിട്ട് പേപ്പേഴ്സ് ആക്കി എന്നുള്ളതാണ് ആ ചേഞ്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രണ്ടും ഒരേ സമയത്ത് എഴുതുന്നതായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒരു ഡൗട്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആദ്യം കമ്പയർ ചെയ്തു. 2 സിലബസും കമ്പയർ ചെയ്തപ്പോൾ അതിനകത്ത് KASഉം UPSCയുമായിട്ടുള്ള സിലബസ് ഏകദേശം സെയിം ആയിട്ടുള്ളതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. അത് നമ്മൾ സിവിൽ സർവീസ് പഠിക്കുമ്പോൾ തന്നെ കിട്ടും. അതല്ലാതെ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഇക്കോണമി, കേരളത്തിൻ്റെ ജിയോഗ്രഫി, കേരളത്തിൻ്റെ ഹിസ്റ്ററി, പിന്നെ കേരളത്തിൻ്റെ കൾച്ചർ, റിനൈസൻസ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് അത് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും. കാരണം കുറേ നാളായിട്ട് നമ്മൾ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ ഫെമിലിയർ ആയിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് കൂടി നോക്കിയാൽ മാത്രം മതിയാവും. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ നമുക്ക് പുതിയതായിരിക്കും. ആ ടോപ്പിക്കിൽ ഫോക്കസ് കൊടുത്ത് അതിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചു. വ്യക്തമായൊരു ഷോർട്ട് നോട്ടീസ് ഓരോന്നിലും ഉണ്ടാക്കി വെച്ചതിന് ശേഷം ബാക്കി UPSC പ്രിപ്പയർ ചെയ്തു. അപ്പോൾ രണ്ടും ഞാൻ ബാലൻസ് ചെയ്തു. എപ്പോഴും നമുക്കൊരു പ്ലാൻ B വേണമല്ലോ. ഇൻ കേസ് UPSC കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ അതുകൂടി പാരലായിട്ട് ചെയ്തു. അപ്പോൾ UPSC എക്സാം മെയിൻസ് എഴുതി കഴിഞ്ഞ ശേഷമാണ് KAS വന്നു. അപ്പോൾ KAS എനിക്ക് എഴുതാൻ പറ്റി. കാരണം ഓൾറെഡി ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി UPSC പഠിച്ചതാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പഠിച്ചാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ പഠിച്ചതിന് ശേഷം ഇതെല്ലാം റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിനെ എങ്ങനെ റിവിഷൻ നോട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു കാര്യം. ഒരുപാട് കാര്യം പഠിച്ചിട്ടെല്ലാം മറന്നുപോയിട്ട് കാര്യമില്ലല്ലോ. ഏതെങ്കിലും കുറച്ച് പോയിൻ്റ് എഴുതുന്നതിനേക്കാളും കുറച്ച് പോയിൻ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിനും മാർക്ക് കിട്ടും. അപ്പോൾ ഓരോ വിഷയങ്ങളിലും അത്തരം ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു കീവേഡുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മളെപ്പോഴും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവസാനം ഓർമ്മ നിൽക്കുന്ന അതായിരിക്കും. കാരണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് വളരെ ചെറിയൊരു ഷോർട്ട് നോട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിവിഷൻ ചെയ്തിട്ട് പോകാം. ചിലപ്പോൾ ബൈ ചാൻസിൽ അതിലൊരു നമ്മൾ പറയുന്നതിൽ നമുക്കൊരു ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ 10 പോയിൻ്റ് ആയിരിക്കും എഴുതേണ്ടത്, 5 പോയിൻ്റ് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ റിവൈസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നമുക്ക് 1-2 പോയിൻ്റ് എവിടെ നിന്ന് എഴുതാം, ബാക്കി ജനറൽ പോയിൻ്റ് എഴുതേണ്ടി വരും. അപ്പോൾ ആ റിവിഷൻ നോട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കങ്ങനെ. കാരണം രാവിലത്തെ എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള എക്സാം എഴുതുമ്പോൾ ഈ ഉള്ള 2 മണിക്കൂർ കൊണ്ട് നമുക്ക് റിവിഷൻ നോട്ട് ജസ്റ്റ് ഓടിച്ച് നോക്കാം. അപ്പോൾ അതിൽ കുറേ പോയിൻറ്റ്സും എൻ്റെ സിലബസും പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാനുള്ള പറ്റും. അപ്പോൾ അത് ബെനിഫിറ്റ് ചെയ്തു എനിക്ക്. ഓക്കെ, ഡെഫിനറ്റായിട്ടും. സോ അതേപോലെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സിവിൽ സർവീസ് UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് എങ്ങനെ നോക്കിയാലും NCERT ആണ്. NCERT കവർ ചെയ്യുക എന്നുള്ളതാണ്. KASലേക്ക് വരുമ്പം എന്താണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ? അത് NCERT ആണോ അതോ SCERT ആണോ? അങ്ങനെ ഒരു ഡൗട്ടും ആളുകൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അതിനകത്തൊരു? ഞാൻ മനസ്സിലാക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസ് മനസ്സിലാക്കുക. സിലബസിൽ എന്താണോ ഉള്ളത് അതാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. ഇപ്പോൾ സിലബസിൽ UPSCയുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ NCERT തന്നെയാണ് അതിൻ്റെ ബേസ്. SCERT എന്ന് പറയുമ്പം NCERT പോലെ തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. പിന്നെ കേരളത്തിൻ്റെ ഫാക്ട് മാത്രമായിരിക്കുമല്ലോ അതിനകത്ത് വ്യത്യാസമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഠിക്കുന്നത് സെയിമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ക്വസ്റ്റ്യൻ്റെ മീൻസ് ആ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം സിലബസിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കുന്നത്. NCERT കവർ ചെയ്താൽ തന്നെ ധാരാളമായിട്ട് വരും. പിന്നെ നമ്മൾ കവർ ചെയ്യുന്നത് എത്രത്തോളം കവർ ചെയ്യുന്നു, ഏത് പഠിക്കുന്നു എന്നുള്ളതല്ല, ആ പഠിക്കുന്നത് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു, അത് എത്രത്തോളം നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. SCERT NCERT തമ്മിൽ വലിയ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് NCERT തന്നെ ചെയ്താൽ, ഇപ്പോൾ SCERT പഠിക്കുന്നതുകൊണ്ടൊരു നഷ്ടമില്ല, അത് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ NCERT പഠിച്ചു അതുകൊണ്ട് കിട്ടത്തില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സിലബസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് NCERT പഠിച്ചാൽ കിട്ടുമെങ്കിൽ അത് തന്നെ പഠിക്കുക. കാരണം മൾട്ടിപ്പിൾ സോഴ്സിലേക്ക് പോയി പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സോഴ്സ് ആ സിലബസിനനുസരിച്ചുള്ള കാര്യം ഈ സോഴ്സിലുണ്ടെങ്കിൽ ആ സോഴ്സ് പഠിച്ചിട്ട് അതിന് മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഡൻസിയാണ് നമ്മൾ ഏത് പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് എല്ലാം പഠിക്കും, എല്ലാം പഠിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിരിക്കും. അവസാനം നമുക്കൊരു പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ 5 പോയിൻ്റ് പറയാൻ പറഞ്ഞാൽ 5 പോയിൻ്റ് വരത്തില്ല. അപ്പോൾ അത് നല്ല ഒരു സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സിലബസ് മനസ്സിലാക്കി അത് എവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കുക. SCERT ആണെങ്കിൽ അത് പഠിക്കുക, ആ ടോപ്പിക്കിന് അത് മാത്രം പഠിച്ചാൽ മതി. ഇനി അതിൽ കൂടുതൽ പഠിച്ച് അതിൻ്റെ ആവശ്യമില്ല. സിലബസിൽ പറയുന്ന ഒരു കാര്യം പഠിക്കുക, അതിൻ്റെ ഒരു 5 പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാം.
പിന്നെ KS കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ KS നമ്മൾ UPSC പോലെ വലിയ രീതിയിൽ എഴുതേണ്ട സ്പേസും അവിടെ കാണത്തില്ല. 3 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുന്നത്. 3 മാർക്കിന് 5 മാർക്ക് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കുറച്ച് സ്പേസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അതിനകത്ത് എഴുതാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇൻട്രൊഡക്ഷൻ എഴുതി നമുക്ക് അതിൻ്റെ ബോഡി എഴുതി അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജി KSനകത്ത് വർക്കാവത്തില്ല ഫസ്റ്റ് ടൈം. കാരണം ഞങ്ങൾ എഴുതിയ സമയത്ത് ഒരു ഐഡിയ ഇല്ലാതെ എഴുതിയത്. നമ്മൾ രാജസ്ഥാൻ PSC ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നോക്കി. പക്ഷേ എക്സാം വന്നപ്പോൾ നമ്മൾ UPSC അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നത് ഞാൻ അപ്പോൾ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ UPSC ഒരു പാറ്റേൺ നമുക്കറിയാമല്ലോ. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, അതിനകത്ത് ഫാക്റ്റോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സോ ആർട്ടിക്കിളോ ആ ഒരു രീതിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, ഒരു ബോഡി എഴുതുന്നു, ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നു, പിന്നെ വേ ഫോർവേഡ് എഴുതുന്നു, കുറേ സ്കീംസ് ആഡ് ചെയ്യുന്നു, ഡയഗ്രാം വരയ്ക്കുന്നു. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളെപ്പോഴും മെയിൻസിൽ പ്രിപ്പയർ ചെയ്യുന്നത്, മെയിൻസിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ സ്ട്രാറ്റജി KSൽ നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. ഈവൻ എന്നാലും ഞാൻ ചെറിയ ഡയഗ്രാം ഒക്കെ വരച്ചു. പക്ഷേ സ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണോ ക്വസ്റ്റ്യൻ ടു ദ പോയിൻ്റ് ആൻസർ എഴുതുക. ഇൻട്രൊഡക്ഷൻ എഴുതി 2 വരി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 പോയിൻ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ KSനകത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യനെ മനസ്സിലാക്കി ടു ദ പോയിൻ്റ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു വേർഡ് പോലും എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് വരും UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇതിനകത്ത് ചെയ്യാതിരിക്കുക. അപ്പം ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ UPSCക്ക് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ KSൻ്റെയും ഏകദേശം ഒരു 80% കവർ ചെയ്തെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ന്യൂസ് പേപ്പർ റീഡിങ്ങും വളരെ റെലവൻ്റ് ആയിട്ട് വരില്ലേ. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? കറണ്ട് അഫയേഴ്സും ന്യൂസ് പേപ്പറും എത്രത്തോളം KS എക്സാമിനേഷൻ നമുക്കറിയാം UPSCക്ക് അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, KS എക്സാമിനേഷൻ അത് എത്രത്തോളം റെലവൻ്റ് ആണ്? ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് ഒരു എക്സാം മാത്രമല്ല, നമുക്ക് ഓവറോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും മറ്റ് സ്ഥലത്തും നടക്കുന്നതിനെക്കുറിച്ച് അവെയർഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻ്റർവ്യൂവിലൊക്കെ വളരെയധികം അത് ബെനിഫിറ്റ് ചെയ്യും. നമുക്ക് ആ കറണ്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം, അതിന് ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴേക്കും പല ആംഗിളിലുള്ള കാര്യങ്ങൾ നമുക്ക് എഡിറ്റോറിയൽ വായിക്കുമ്പോൾ അതിൻ്റെ വിവിധ ആംഗിളുകൾ കിട്ടും. ആ ആംഗിൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. നമ്മൾ പല ഡിസ്കഷൻസും പല ഒപ്പീനിയനും കേട്ടിട്ട് നമ്മുടേതായ ഒരു രീതിയിലൊരു ഒപ്പീനിയൻ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അല്ലേ. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്തൊരു ഒപ്പീനിയൻ ഉണ്ടാക്കുക. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് എൻറിച്ച് ആവുന്നതിന് ഒരു കാര്യമാണ്. പിന്നെ ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിൻ്റ്. ഞാൻ പലപ്പോഴും ആദ്യം പഠിച്ച സമയത്ത് 2-3 മണിക്കൂർ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഫുൾ നോട്ട് എഴുതി തയ്യാറാക്കി. അപ്പോൾ എനിക്കറിയത്തില്ല, അപ്പോൾ അതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പഠിച്ച 16 മണിക്കൂർ എന്നൊക്കെ പറയുന്നതിൽ കുറേ ടൈം ഇങ്ങനെ പോയതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതിനുവേണ്ടി അവസാനം ഞാൻ നോക്കിയപ്പോൾ ഇത്ര കെട്ടുള്ള ഒരു നോട്ടാണ് എൻ്റെ. ഇത് ആര് റിവൈസ് ചെയ്യും? അത് പോസിബിൾ അല്ല. അപ്പോൾ ഇത് പലപ്പോഴും ആവർത്തിക്കുന്നൊരു കേസാണ്. നമ്മൾ അതല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത് ഓവറോൾ ഐഡിയ കിട്ടാൻ. അത് ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ്, നമ്മുടെ സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇന്ത്യൻ പൊളിറ്റിയെക്കുറിച്ച് ഒരു ന്യൂസാണ് വരികയാണെങ്കിൽ, ഒരു ആർട്ടിക്കിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു രീതിയിലാണ്, ഇപ്പോൾ കൺസോൾട്ടേറ്റ് ഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്താണ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ന്യൂസിരുന്ന് വായിച്ച് സമയം കളയുന്നത് മണ്ടത്തരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓവറോൾ ഐഡിയ കിട്ടാൻ വായിക്കുക. 2, സിലബസ് മനസ്സിലാക്കുക. സിലബസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടോപ്പിക് അതിനകത്തുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഇതാണ് കറണ്ട് അഫയേഴ്സിൽ ചെയ്യേണ്ടത്. ഇനി നോട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അത് മാത്രം വളരെ കൺസൈസ് ആയിട്ട് ഉണ്ടാക്കുക. കാരണം ഒരു വർഷം നോട്ട് ഉണ്ടാക്കിയിട്ട് അത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്ത ടൈം വേസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഇപ്പോൾ കമ്പൈലേഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കി ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ കമ്പൈലേഷൻ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോട്ട് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കമ്പൈലേഷൻ ഉള്ളതുകൊണ്ട് ഐഡിയ ഉണ്ടാവുക, കമ്പൈലേഷൻ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അതാണ് ഒരു പ്രോപ്പർ റിവിഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്കിനി കുറച്ച് സ്പെസിഫിക് ആയിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് വരാം. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂസിലും പലയിടത്തും ജയൻ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു, അതായത് നമുക്ക് എങ്ങനെ റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ കേരള ഹിസ്റ്ററി, അതേപോലെ കേരള ആർട്ട് ആൻഡ് കൾച്ചർ, കേരള എക്കോണമി, ഈ കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് റിസോഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്? എന്താണ് ജയൻ്റെ ഒരു അഭിപ്രായം? നോർമലി റാങ്ക് ഫയലുകൾ നമുക്ക് ഫോക്കസ് ചെയ്താൽ റിവിഷൻ ആക്റ്റൊക്കെ ഉപയോഗിക്കാം. കാര്യം KSൻ്റെ റാങ്ക് ഫയൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് റിവിഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഞാൻ പറയാം. കാരണം എങ്ങനെ ചെയ്യണം എന്നതിന് നല്ലത് ഇപ്പോൾ ഞാൻ ചെയ്ത് എന്താണെന്ന് പറയുന്നതായിരിക്കും എനിക്ക് നല്ലത് തോന്നും. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ അവർക്ക് എന്ത് ചെയ്യണം. ഇപ്പോൾ പഠിക്കുന്നവർക്ക് ഡിസൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തത്, ഞാനപ്പോൾ ചിന്തിച്ച കാര്യം, അന്നും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എവിടെ നിന്ന് പഠിക്കണമെന്നൊരു ഐഡിയ ഇല്ല, പുതുതായിട്ട് വരുന്ന എക്സാമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, നോർമലി ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ PSC എവിടെ നിന്നായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ നിന്നായിരിക്കണം ഏറ്റവും പ്രോബബിലിറ്റി. അല്ലാതെ ഒരു റാങ്ക് ഫയലിൽ നിന്ന് ഒരിക്കലും അവർ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നുള്ളൊരു തോന്നലാണെന്നാണ് ഞങ്ങൾ അത്
നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചത്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഇക്കോണമി പറയാം. കേരള ഇക്കണോമി നമ്മൾ UPSC സിവിൽ സർവീസ് പഠിക്കുമ്പോൾ എക്കണോമിക് റിവ്യൂ അയക്കാറുണ്ട്. പക്ഷേ കേരളത്തിന് അങ്ങനെ ഒരു എക്കണോമിക് റിവ്യൂ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇതേ എക്കണോമിക് റിവ്യൂ ഉണ്ട്, പക്ഷേ നമ്മൾ എത്ര പേര് അത് വായിച്ചിട്ടുണ്ട്? ഇല്ല. പ്ലാനിംഗ് ബോർഡിൽ വെറുതെ പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് തരും. ഞാൻ പ്ലാനിംഗ് ബോർഡിൽ പോയിട്ട് അത് ഫ്രീ ആയിട്ട് വാങ്ങി. കാരണം അവിടെ അത് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗം നമ്മളിതുവരെ ചെയ്തിട്ടില്ല, അവെയറല്ല. അപ്പോൾ ഇതേ എക്കണോമിക് റിവ്യൂ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോവാം, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അത് വാങ്ങിച്ചതിന് ശേഷം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടും. സോഷ്യൽ പാറ്റേൺ ആണെങ്കിലും ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ആണെങ്കിലും ഡെവലപ്മെൻറ്റ് ആണെങ്കിലും എല്ലാ രീതിയിലുള്ളൊരു ഐഡിയ എക്കണോമിക് റിവ്യൂന്ന് നമുക്ക് കിട്ടും. ഇതുവരെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്കീംസുകളെക്കുറിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സ്കീം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഓവറോൾ ഡെവലപ്മെൻറ്റ്, മൈഗ്രേഷൻ എന്താണ്, പോപ്പുലേഷൻ എങ്ങനെയാണ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അത് വായിക്കുക, അത് വായിച്ചിട്ട് നമ്മുടെ സിലബസുമായിട്ട് കോറിലേറ്റ് ചെയ്യുക. ആ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തത് അതിന് വളരെ ഷോർട്ടായിട്ട് വളരെ കൺസൈസ് ആയിട്ട് നോട്ട് ഉണ്ടാക്കി വെച്ച് ഞാൻ ചെയ്തു. എക്കണോമിക് റിവ്യൂ വലുതാണ്, അപ്പോൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തു. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നല്ല ഫാക്റ്റ് വെച്ചിട്ടും ഒരു സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൽ നിന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴും കീ ഒക്കെ അതിൽ നിന്നൊക്കെയായിരിക്കും നോക്കാൻ ചാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കാരണം അതൊരു തിങ്കിങ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അതൊന്ന്. രണ്ട്, കൾച്ചർ പഠിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കൾച്ചർ ആണെങ്കിൽ ഒരുപാട് ആർട്ട് ഫോം ഉണ്ട്, ഡാൻസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അത് എവിടെ നിന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ആ സമയത്ത് നമുക്കൊരു ഡൗട്ട്. അപ്പോഴും റാങ്ക് ഫയലുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അത് റിവിഷൻ ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻസ് മേ ബി ഇതുപോലെ ആയിരിക്കത്തില്ലേ ചോദിക്കാൻ ചാൻസ്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയത് ഞങ്ങളന്ന് kerala-cultural.com കേരളത്തിൻ്റെ കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ കൾച്ചറും അതിനകത്തുണ്ട്. വളരെ കൺസൈസ് ആയിട്ട് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം വായിച്ചാൽ മതി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗദ്ദികയെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറേ എല്ലാത്തിനെക്കുറിച്ചും വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഞാനത് വായിച്ചു പോയി, സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതിൽ നിന്ന് എനിക്ക് കിട്ടി. അതെൻ്റെ ലെക്കായിരിക്കാം, ഇനി ചിലപ്പോൾ അത് വർക്കാവണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റാങ്ക് ഫയലുകൾ എല്ലാം സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ മടവൂർ പാറ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആ സമയത്തൊക്കെ ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റിനകത്തുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. അതെല്ലാം ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് അതൊക്കെ ബെനിഫിറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ചെയ്യുന്നത്. പിന്നെ കേരള ഹിസ്റ്ററി ശ്രീധരമൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, അത് വായിച്ചാൽ നല്ലതാണ്. എല്ലാവരും വായിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വായിച്ചിട്ടില്ല, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ബാക്കി കേരളത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് റാങ്ക് ഫയൽ ഏതെങ്കിലും കിട്ടുമ്പോൾ അത് ഒന്ന് കൺസിസ് ആയിട്ട് വായിച്ച് അണ്ടർസ്റ്റാൻഡിങ് നടത്തുക എന്നുള്ളതാണ്. പിന്നെ ഇതിലും ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളുണ്ട്, അതിനകത്തൊക്കെ വ്യക്തമായി ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആർക്കൈവ്സും ഓരോ മ്യൂസിയത്തിൻ്റെ കേസും ഇപ്പം ഫോർട്ടിൻ്റെ കേസെല്ലാം അവരുടെ ഫോർട്ടിൻ്റെ കേസ് ആ സൈറ്റിനകത്ത് തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, ആര് വന്നു, ആര് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗവൺമെൻറ് എപ്പോഴും അല്ലെങ്കിൽ ഒരു PSC എപ്പോഴും ചെയ്യുന്നത് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളിൽ നിന്നായിരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. കാരണം പലർക്കും അറിയില്ല. ഇപ്പം ജയൻ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും അറിയില്ല. എല്ലാവരും ആദ്യം റിലേ ചെയ്യുന്നത് ഈ റാങ്ക് ഫയൽസ് തന്നെയാണ്. നമ്മൾ കോച്ചിങ് സെൻറ്റേഴ്സ് തരുന്ന റാങ്ക് ഫയൽസ് അല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റാങ്ക് ഫയൽസ് ഒക്കെ തന്നെയാണ്. സോ ഇതൊരു എന്തായാലും ഡെഫിനറ്റായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗപ്രദമാകുന്നൊരു ഇൻഫർമേഷനാണ്. റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാവുള്ളൂ. അത് നമുക്ക് ഏത് റിസോഴ്സിൽ നിന്ന് കിട്ടുമെന്നുള്ളതിനില്ലല്ലോ. റാങ്ക് ഫയലിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് പഠിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഉപയോഗിച്ചാലും ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടാം. ആ ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമുക്കൊരു അപ്പർ ഹാൻഡ്. അതെ, എക്സാമിനേഷൻ ടോട്ടലായിട്ടൊരു അപ്പർ ഹാൻഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ CSAT-ൻ്റെ പ്രിപ്പറേഷൻ, ഇപ്പോൾ CSAT-നകത്ത് നമ്മൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും മെൻ്റൽ എബിലിറ്റി ഒക്കെ വരുന്നുണ്ടല്ലോ. ആ പ്രിപ്പറേഷൻ എത്രത്തോളം KS-ന് ഉപകാരപ്രദമായി? KS-ൻ്റെ ഫസ്റ്റ് 2 പേപ്പറുണ്ട് പ്രിലിമിനറി. അതിനകത്ത് തന്നെ അരിത്തമെറ്റിക് റീസണിങ്ങും മെൻ്റൽ എബിലിറ്റിയും ഉണ്ട്. CSAT പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10th ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. CSAT ഇപ്പോൾ കുറച്ചുകൂടി ഭയങ്കര ടഫാക്കി. പക്ഷേ ഞാൻ പറയുന്നത് CSAT പ്രിപ്പയർ ചെയ്ത ആൾക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു ഒരു ഇഷ്യൂ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പിന്നെ PSC ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതും PSCയും സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ അരിത്തമെറ്റിക് റീസണിങ് മെൻ്റൽ എബിലിറ്റിയും വളരെ ഈസിയാണ്. പിന്നെ ലാംഗ്വേജും ഇതെല്ലാം PSC പഠിക്കുന്നവർ പഠിക്കുന്നുണ്ട്. നമ്മൾ ലാംഗ്വേജിൻ്റെ കുറച്ച് പോർഷൻസ് പഠിക്കുന്നില്ല. UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
അപ്പോൾ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് നമുക്കിത് അറിയായിരിക്കും, പക്ഷേ നമ്മൾ അത്തരത്തോളം രീതിയിൽ പഠിച്ചിട്ടില്ലായിരിക്കും. റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും, പക്ഷേ ആ ഒരു എക്സാം പാറ്റേൺ പഠിച്ചില്ല. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്കുണ്ട്, കേസിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ UPSC പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ പഠിക്കുക. മലയാളം അതുപോലൊരു വിഷയമാണ്. ഇതുപോലെ കുറേ കാര്യങ്ങൾ ചോദിക്കും, എഴുതാൻ പറ്റും, തെറ്റ് തിരുത്തുക എന്നുള്ളതൊക്കെ ചോദിക്കും. ഇപ്പം ശുപാർശയാണോ ശിപാർശയാണോ ശരിയായിട്ടുള്ളത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയത്തില്ല. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് ശുപാർശ എന്നായിരിക്കും, അല്ലേ? അത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചാലേ കേസിന് ബെനിഫിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ലാംഗ്വേജ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. അതും ഒന്നുമില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. അത് ഞാൻ പറയുന്നത് ഏതെങ്കിലും റാങ്ക് ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് കിട്ടും. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ്, പാസീവ് വോയിസ് എങ്ങനെയാണ്, റിപ്പോർട്ട് സ്പീച്ച് എങ്ങനെയാണ്, ഈ പറയുന്ന മലയാളത്തിൻ്റെ വാക്കുകളുടെ വ്യത്യാസം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അതും കൂടെ ഫോക്കസ് ചെയ്യണമെന്നാണ് UPSC ചെയ്യുന്നവർ ചെയ്യേണ്ട കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ശുപാർശ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടോ? ഒറ്റ മാർക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ നോർമലി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശുപാർശയാണ് ശരിയായിട്ടുള്ള കാര്യം എന്നാണ്. പക്ഷേ തെറ്റാണ്. ശുപാർശ ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അടിയന്തരം, അടിയന്തിരം, ഇത് രണ്ടും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതൊക്കെ ഓരോ മാർക്കാണ്. ഓരോ മാർക്ക് എന്ന് പറയുന്നത് റാങ്കിൻ്റെ നമ്മുടെ ലൈഫ് നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ ഇത് UPSC പഠിക്കുന്നവർ ഈ ഏരിയ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. നമ്മളത് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ PSC കൂടെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നത്. അത് അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ മാർക്കും കൂടി നമുക്ക് കിട്ടും. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം കൂടാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ, എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്കിടയിൽ. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചെടുക്കുന്നതോ അല്ലെ നോളജോ ഇതൊന്നുമല്ല, മൈൻഡ് സെറ്റാണ്. അതായത് ഇത് എന്നെയും കൊണ്ട് പറ്റുമോ, എനിക്ക് 10ാം ക്ലാസ്സിൽ ഇത്രയും മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് റൂമിൽ എനിക്ക് പലപ്പോഴും ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് എണീറ്റ് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല, പലപ്പോഴും ഞാൻ അടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് കുറേ ബാക്ക് സ്റ്റോറീസും മെമ്മറീസും ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള മെമ്മറീസ് പലപ്പോഴും നമ്മളെ പുള്ളിയും നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, ഇത് വേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്നുള്ള സംഭവം. പക്ഷേ ജയൻ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കടന്ന് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയ ഒരാളാണ്. സോ അങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്, അത് ഉള്ളിൽ ആ സ്ട്രഗിൾ, പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഇത് കാണാൻ പറ്റില്ല. ആ ഉള്ളിലുള്ള ആ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന ആളുകളോട് എന്താണ് ജയന് പറയാനുള്ളത്? ഞാൻ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ കുറേ തവണ തോറ്റപ്പോഴും എനിക്ക് തോന്നിയതും ഇതേ ചോദ്യമാണ്. ഇതിന് മുമ്പ് ഈ സിവിൽ സർവീസിലേക്ക് വരുന്നതിന് ഞാൻ 25 വർഷം എടുത്തു. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മളെ ഈ പറയുന്ന ഗ്രാമം ഇപ്പോൾ ഈ കേരളത്തിലെ റൂറൽ അർബൻ ഡിവൈഡ് അത്രത്തോളം എവിഡൻ്റ് അല്ലെങ്കിൽ പോലും ഈ ഇൻഫർമേഷൻ ആ രീതിയിലൊന്നും അവിടെ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നൊരു എക്സാമ്പിളോ അങ്ങനെ കാണുന്ന ആൾക്കാർ നമ്മളവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്കങ്ങനെ ഒരു നോർമലി സൊസൈറ്റി നമുക്കൊരു ഫീൽ തോന്നും, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വന്നാലേ അത് അടുത്ത തലമുറയ്ക്ക് ഇതുപോലെ ചിന്തിക്കുന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അപ്പോൾ ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ എയിം ചെയ്യുന്ന ചെറിയ കാര്യത്തിന് വേണ്ടിയില്ല, വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, വളരെ റെയറായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം എക്സൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ചെറിയ കാര്യത്തിൽ ഒതുങ്ങാൻ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റാതിരിക്കുക. നമുക്കത് പറ്റുമോ എന്നുള്ള ചിന്ത വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ആസ്പിറേഷൻസ് കുറച്ചും കൂടി ലിമിറ്റ് ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ എയിം ചെയ്തു, അതിന് തെറ്റൊന്നുമില്ലല്ലോ, അത് ആരോടും പറയണമെന്നില്ലല്ലോ. വലിയ കാര്യങ്ങൾ എയിം ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കാനും ഡിറ്റർമിൻഡായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ആസ്പിറേഷൻ സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഒബ്സ്റ്റക്കിൾസും നമ്മളെന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ 4-5 വർഷം എടുത്തെങ്കിലും അത് ക്രോസ് ചെയ്തു സക്സസ് ആയില്ലേ, അതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ എനിക്ക് നോർമലി നമ്മുടെ റൂറൽ ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായി കുറച്ച് ഇപ്പോൾ അതെനിക്കുണ്ടാകുന്ന അറിയത്തില്ല. പക്ഷേ ഞാൻ സാധാരണ മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഒരുപാട് കോച്ചിങ് ക്ലാസ്സുകളുണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് മാത്രം പോരെ. ഗ്രാമർ എഴുതി നന്നായിട്ട് ഫുൾ ഗ്രാമർ എഴുതി നോക്കി കഴിഞ്ഞാൽ ഗ്രാമറൊന്നും എല്ലാവരും വായിച്ചൊന്നും നോക്കത്തില്ല. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. സിവിൽ സർവീസ് എഴുതുമ്പോഴും നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റൊന്നുമില്ല എഴുതുന്നത്. ഞാൻ എഴുതുന്ന പോയിൻ്റ് വൈസ് ആണ് എഴുതുന്നത്. ഈ കാര്യം അവർക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇംഗ്ലീഷ് നമുക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആൾക്കാർ പറ്റും ഡെയിലി സംസാരിച്ചാൽ മതി. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ മലയാളിയായിട്ട് സംസാരിക്കാൻ വലിയ പ്രശ്നമുള്ളൂ. ഏതെങ്കിലും കോൾ സെൻറ്ററിൽ വിളിച്ച് സംസാരിച്ചാൽ മതി. അതാകുമ്പോൾ BSNL എവിടെയെങ്കിലും വിളിച്ചിട്ടെങ്കിലും സംസാരിക്കുക, വെറുതെ സംസാരിക്കുക. ക്രെഡിറ്റ് കാർഡ്, SBI ഇതൊക്കെ വെറുതെ അങ്ങ്
ഞാൻ പറയുന്നത് അതിലെന്താ തെറ്റ്? നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ. ഞാനിതൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ വെറുതെ എനിക്ക് ഇങ്ങോട്ട് വരുന്ന കോളിൽ ഞാൻ വെറുതെ സംസാരിക്കുമായിരുന്നു ഇങ്ങനെ, എത്ര എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അതൊരു കാര്യം. 2, നമുക്കറിയാത്ത ആൾക്കാരായിട്ട് സംസാരിക്കുക. മലയാളികളായിട്ട് സംസാരിക്കാതെ, അതാണ് നമുക്കൊരു പ്രശ്നം. ഫോറിനേഴ്സ് വരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കും. ഞാൻ എൻ്റെ നാട്ടിൽ അവിടെ ഒരു ടൂറിസം സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഫോറിനേഴ്സുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേടിയാണ് പ്രശ്നം. നമുക്ക് ചിലപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റും, നമുക്ക് പക്ഷേ പേടിയാണ്. പിന്നെ നമുക്ക് സ്പീഡ് കൂടും, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഇത് നമ്മൾ വളരെ കറക്റ്റായിട്ട് പറയണം എന്നുള്ള ടെൻഡൻസിയാണ് നമ്മളെ തെറ്റിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, ഈ 2 കാര്യങ്ങൾ മാറ്റി വെച്ചാൽ വളരെ സ്ലോലി സംസാരിക്കുക. അവരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുക. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും സ്റ്റിൽ അത് സ്ട്രഗ്ലിംഗ് ആണ് പല ആൾക്കാർക്കും. ഇത് 2 മാറ്റി വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പിന്നെ അത് സംസാരിക്കേണ്ട കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. 2, ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. നമ്മളെടുത്ത് നോക്കൂ, എത്രയോ ആൾക്കാർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് ജയിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ കേസ് നോക്കുക, ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്ത് ജയിച്ചതാണ്. ഈ പറയുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിരുന്നു. എനിക്ക് സക്സസ് ആവാൻ പറ്റിയില്ലേ? ഉറപ്പായിട്ടും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത്രത്തോളം പ്രശ്നമല്ല. ഇൻഫർമേഷൻ്റെ ഡിവൈഡും കുറവാണ്, ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സും കുറവാണ്. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ളപ്പോൾ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ മാത്രം പഠിച്ച് വന്ന ഒരാളാണ്. എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ ആർക്കും പറ്റത്തില്ലേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്കൊരു ധൈര്യം കൊടുക്കാൻ എനിക്ക് പറ്റി. ഇതന്നെ എനിക്കും തോന്നിയ കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് സൊസൈറ്റിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ലേ. നമ്മൾ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ പറ്റി. ഇപ്പോൾ എന്നെപ്പോലെ പഠിച്ച ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു ഫാമിലിയിലെ ഒരു മെമ്പറിന് മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിരുന്നാൽ പോലും ഈ പറയുന്ന അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് എവിഡൻ്റാണ്. കുറേ ആൾക്കാർ അതിന് ശേഷം വന്നു, ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ നമുക്കൊരു ധൈര്യം തോന്നുന്നുണ്ട് ചെയ്യാമെന്ന്. എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്, അത്രേ ഉള്ളത്. എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമുക്ക് പറ്റാത്തതൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാ ബാരിയറും നമുക്ക് പൊളിക്കാമെന്ന് എനിക്ക് തോന്നുള്ളൂ. അത് നമുക്ക് നേരെ എടുക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലുള്ളൊരു സ്ട്രഗിളാണ്, അതായത് ഒരു ഇൻസൈഡിൽ നടക്കുന്ന ഒരു സ്ട്രഗിളാണ് സംസാരിച്ചത്. ഇനി ഒരു സൊസൈറ്റിയിൽ നിന്ന് വരുന്നൊരു സൊസൈറ്റൽ പ്രഷറുണ്ട്. അപ്പം സിവിൽ സർവീസ് പോലൊരു അൺസർട്ടൺ എന്ന് പറയാൻ കാര്യം ഏകദേശം 5 ലക്ഷം പേരോളം എഴുതുന്നൊരു എക്സാമിനേഷനാണ്. 1000 പേരെ അവർക്ക് മതി. അപ്പോൾ കിട്ടാൻ സാധ്യതകൾ കുറവാണ് കൂടുതലായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല വർഷങ്ങളിൽ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കേണ്ടി വരും. ഈ സമയത്ത് നമ്മളൊരു കല്യാണത്തിന് ചെല്ലുമ്പോൾ നമുക്ക് ഒരു ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. നിനക്ക് ഇതുവരെ ജോലിക്ക് കയറാനായില്ലടാ, കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഇങ്ങനെ നടന്നാൽ മതിയോ, വീട്ടുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഈ ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിനെ ഹാൻഡിൽ ചെയ്യുകയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത് നമ്മളെ ബാധിച്ചില്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരെ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ബാധിക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഒരു എക്സാമാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ ജയിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോക്കാം. അത് നമ്മുടെ സൊസൈറ്റി തന്നെ ബിൽഡ് ചെയ്തൊരു കാര്യം. നമ്മളെ തോൽവികളെ ആഘോഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും, അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ. ഇതായിട്ട് ക്രിറ്റിസിസായിട്ട് പറയുന്നില്ല, നമ്മൾ ഒരിടത്തും തോൽവികളിൽ നിന്ന് എങ്ങനെ മുമ്പിലേക്ക് വരണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷേ തോറ്റ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്, അല്ലേ? പലതവണ തോറ്റ ആൾക്കാരാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തോൽവികളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. ഒരു തവണ തോറ്റാലും കുഴപ്പമില്ല, അടുത്തും പറ്റുമെന്നുള്ള ചിന്തയാണ് വരേണ്ടത്. 2 തവണ തോറ്റു കഴിഞ്ഞാൽ ഈ 2 തവണ തോറ്റത് എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് വരേണ്ടത്. അതാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനും ഇതേ സെയിം ഇഷ്യൂ അനുഭവിച്ചാണ്. ആദ്യം തോറ്റു, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാണ്. വീട്ടിൽ അച്ഛൻ പിന്നെയും കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവരെ സംരക്ഷിക്കാൻ, അവരെ ജോലിക്ക് വിടുന്നത് മോശമാണ്. പല ആൾക്കാരും എന്നോട് ചോദിച്ചു. അറ്റ് ദ സെയിം ടൈം എനിക്ക് PSC ജോലി ഇട്ടിട്ട് ഞാൻ പോയതുമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആസ്പിറേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലാണ്. അത് ചിലപ്പോൾ സൊസൈറ്റിക്ക് അറിയണമെന്നില്ല. അപ്പോൾ ആ ആസ്പിറേഷൻ ഇതാണ് എന്ന് സൊസൈറ്റിയെ ബോധിപ്പിക്കേണ്ട ആ ഒരു ബാധ്യത നമുക്കില്ല. നമ്മളിനി ബോധിപ്പിച്ചാലും തന്നെ സൊസൈറ്റി പല രീതിയിലാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ നല്ലത് പറഞ്ഞാലും കുറച്ച് ആൾക്കാർ നിങ്ങളെ തെളിവിക്കും. എന്തിനാണ് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മളെപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ മൈൻഡിനോടും നമ്മുടെ മനസാക്ഷിയോടുമാണ്. ഞാൻ അത്രയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് ശരി ചെയ്താലും നമ്മളോടും ആൻസർ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ആസ്പിറേഷൻ വലുതാണെന്ന് ചിലപ്പോൾ സൊസൈറ്റിക്ക് അറിയത്തില്ല.
അത് മനസ്സിലാക്കാതെ പറയുന്നതാണെന്ന് മനസ്സിലായാൽ പോരെ. അവർക്കറിയത്തില്ല, അവർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ആസ്പിറേഷൻ. പക്ഷേ നമ്മുടെ ആസ്പിറേഷൻ അതല്ല. എന്നോട് ജോലി കിട്ടിയിട്ട് പോകായിരുന്നപ്പോൾ എനിക്ക് മെൻ്റലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ. പിന്നെ സൊസൈറ്റി ഫാമിലിക്ക് പ്രഷർ കൊടുക്കും, ഇവന് ജോലിയൊന്നും കിട്ടിയിട്ട് പോകുന്നില്ല, നിങ്ങൾ ജോലിക്ക് വിടുന്നുണ്ടല്ലോ, എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ മനസ്സിലാക്കേണ്ടത് പാരൻസിനാണ് ഞാൻ പറയുന്നത്, മക്കളുടെ ആസ്പിറേഷൻസ് അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ നിന്നല്ലാതെ സൊസൈറ്റിയിൽ നിന്ന് പ്രഷർ ഉണ്ടാക്കിയപ്പോഴും അവർക്കറിയാം എൻ്റെ ആസ്പിറേഷൻ വളരെ ഹൈ ആണ്, അത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു മകനോ മകളോ അവരുടെ ആസ്പിറേഷന് വേണ്ടിയിട്ട് മാക്സിമം ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പ്രഷറും അവർ ഹോൾഡ് ചെയ്യുക. സൊസൈറ്റിയോട് പറയുക, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൻ എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ്റെ ആസ്പിറേഷൻ വളരെ വലുതാണ്, അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതെ വരും, അത് റിസൾട്ട് നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ആ ആസ്പിറേഷന് വേണ്ടി ശ്രമിക്കുന്നൊരു മൈൻഡില്ലേ, അതെ, ആ മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ഇപ്പോൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ കുറേ ജോലി കിട്ടി ജോയിൻ ചെയ്തില്ല, അപ്പോൾ എനിക്ക് ആ സമയത്ത് ഫാമിലി പ്രഷർ കാരണമോ അല്ലെങ്കിൽ സൊസൈറ്റി പ്രഷർ കാരണമോ ഞാൻ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കാം. ഒരു ജോലിയിൽ ഞാൻ കയറും, ആ ജോലിയുടെ ഡിഗ്നിറ്റി ഉണ്ട്, പക്ഷേ എൻ്റെ ലിമിറ്റഡ് അല്ലേ സ്കോപ്പ്. എനിക്ക് ഇപ്പോൾ കേസിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം എവിഡൻ്റ് ആയിട്ട് വളരെ ഷോർട്ട് ടൈമിൽ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. എൻ്റെ പൊട്ടൻഷ്യലോ എബിലിറ്റിയോ വെച്ച് ചിലപ്പോൾ എനിക്ക് അതിനേക്കാളും മുകളിലെത്താൻ പറ്റുമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടാവും. ആ ഗിൽട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതെ, സൊസൈറ്റി ഇതേ പറയും. നമ്മളിപ്പോൾ IAS ആയാലും KS ആയാലും നമ്മൾ ചെയ്താലും അതിന് രണ്ട് വശം കാണും. അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക. നമ്മുടെ ആസ്പിറേഷൻ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ ഡിറ്റർമിൻഡ് ആയിരിക്കണം. നമുക്കതിലെത്തണം എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം. വേറെ എല്ലാം മാറ്റി വെച്ച് പ്രയോറിറ്റി അതിലേക്ക് കൊണ്ടുവരിക. നമുക്കത് ആസ്പിറേഷൻ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യത്തില്ല, 100% വർക്ക് ചെയ്യത്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ 100% വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ 5-6 തവണ തോറ്റതാണ്. കാരണം ജീവിതത്തിൽ ഒരിടത്തും പരീക്ഷയ്ക്ക് തോറ്റിട്ടില്ല. അതിനുശേഷം ഒരു 4-5 തവണ വലിയൊരു എക്സാം വഴി തോറ്റു. അപ്പം ഞാനതിൽ നിന്ന് റിയലൈസ് ചെയ്തെന്താ, ഞാൻ റിയലൈസ് ചെയ്തത് വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ എയിം ചെയ്യുന്നത്, വലിയ കാര്യത്തിനാണ്. ഇനി അത് തന്നെ ആലോചിച്ച് നോക്കുക, സിവിൽ സർവീസിന് 10 മാർക്കിന് സർവീസ് പോയി, ഇപ്പോൾ എനിക്ക് KS കിട്ടിയില്ലേ? 10 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ IAS കിട്ടി കേരള കേഡറിലിരുന്നൂടെ? ഇതല്ലേ എല്ലാവരും എയിം ചെയ്യുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പം സിവിൽ സർവീസ് കിട്ടാതെ ഞാൻ നിർത്തിപ്പോയിരുന്നെങ്കിലോ, ഇല്ലെങ്കിൽ ഇതിന് ഇടയ്ക്ക് എനിക്ക് മുമ്പ് കിട്ടിയ ഏതെങ്കിലും ജോലിക്ക് ഞാൻ കയറിയിരുന്നെങ്കിലും എനിക്കിവിടെ എത്താൻ പറ്റത്തില്ല. അപ്പോഴും ആ ജോലിയിൽ ഞാൻ തുടരുമെങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ആ ഗിൽട്ട് ഫീല് സൊസൈറ്റിക്ക് അത് മനസ്സിലാകത്തില്ലല്ലോ, നമുക്കത് മനസ്സിലാവും. നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ ഗിൽട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. നമ്മൾ ആ ഗിൽട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഗിൽട്ട് വരാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്യുക. നമ്മൾ അതാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. നമുക്ക് കുറേ അവസരങ്ങളുണ്ടല്ലോ, ആ അവസരം ഫുൾ നമ്മൾ ഉപയോഗിക്കുക. അവസരം ഉപയോഗിക്കാതിരുന്നിട്ട് എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുന്നതിനല്ല ശരി. ആ അവസരം നമ്മൾ ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കഴിവ് മാക്സിമം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഇനി നമ്മളെല്ലാം ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമുക്കൊരു ഗിൽട്ട് ഫീൽ തോന്നത്തില്ല, കാരണം നമ്മളതിനുവേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഉറപ്പാണ് അത്രയും ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ളതാണ്. IAS കിട്ടണമെന്നല്ലല്ലോ, IAS കിട്ടിയില്ലെങ്കിൽ KS കിട്ടും, KS കിട്ടിയാൽ IASലേക്ക് പോകാം. ഇനി KS കിട്ടിയില്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആവാം, അതിലും ഹൈ ആയിട്ട് കയറി നമുക്ക് അഡീഷണൽ സെക്രട്ടറി വരെ ആവാം. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായതുണ്ട്. പക്ഷേ നമ്മുടെ ആസ്പിറേഷൻ വലുതാണെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ എത്താൻ നമുക്ക് ഉറപ്പായിട്ടും പറ്റുമെന്നുള്ളതാണ്. അതിനകത്തൊരു ഡൗട്ടും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണത്. അപ്പോൾ അതേപോലെ ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ നോക്കുവാണെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പലപ്പോഴും കയറി വരുന്നൊരു സംഭവമാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാട എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് ആർക്കും ഒറ്റയ്ക്ക് വഴിവെട്ടി വരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ജയനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ എടുത്ത് പറയേണ്ടത് ഫാമിലിയാണ്. അച്ഛനമ്മ ഒരു കോട്ടൂർ എന്നൊരു ഗ്രാമത്തിൽ നിന്ന് ജയനെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് അച്ഛനും അമ്മയും, അല്ലേ? അപ്പം അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു സന്തോഷവും ഇപ്പോൾ എങ്ങനെയാണത് നോക്കിക്കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റയ്ക്കൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ ഒന്ന് തന്നെ നമ്മൾ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്ന ഒരാൾ സൊസൈറ്റിയാണ് ബിൽഡ് ചെയ്തെടുക്കുന്ന ആളുടെ എല്ലാം ഒപ്പീനിയൻ സഹിതം ആ ആൾ ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന് വരെ സൊസൈറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഫാമിലിയിൽ നിന്ന് തുടങ്ങി സൊസൈറ്റിയിലൂടെ വരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മനുഷ്യന്. പിന്നെ ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്ക് ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ അച്ഛന് പഠിക്കാനൊന്നും പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യമില്ലായിരുന്നു. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മയും അച്ഛനോടൊപ്പം ജോലി ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടുപേരും കുറച്ച് റിലാക്സ്ഡ് ആണ്. അപ്പോൾ അവർ ജോലി ചെയ്യുമ്പോൾ
അവർക്ക് നേരിട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. കാരണം അവരുടെ സാഹചര്യം അനുസരിച്ച് അവർക്ക് ഓരോ ദിവസവും കണ്ടെത്തേണ്ട നെക്സ്റ്റ് ഡേ കണ്ടെത്തേണ്ട ഫുഡിനെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? ആഹാരം കഴിക്കുക, ജീവിക്കുക. നെക്സ്റ്റ് പ്രയോറിറ്റിയാണ് സർവൈവൽ, കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മളുടെ പ്രയോറിറ്റി. അപ്പോൾ സർവൈവൽ തന്നെ ഒരു പ്രശ്നമായി വരുമ്പോൾ എപ്പോഴും സർവൈവ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ജനറേഷൻ ഞങ്ങളെത്തിയപ്പോൾ എന്ത് ചെയ്തു? സർവൈവൽ എന്നുള്ള കാര്യത്തിലേക്ക് അച്ഛൻ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്കടുത്ത് എന്താ? അവർക്ക് നേടാൻ പറ്റാത്തത് നമ്മളെ കൊണ്ട് നേടുക എന്നുള്ള. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷനുള്ള സാഹചര്യമില്ലായിരുന്നു, പഠിക്കാനുള്ള അവസരമില്ലായിരുന്നു. കുറച്ച് സമയം സ്കൂളിൽ പോകുന്നത് കഞ്ഞി കിട്ടുമെന്നുള്ള രീതിയിലായിരുന്നു. ഫുഡ് കിട്ടുമല്ലോ, ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടും, അതിന് വേണ്ടിയായിരുന്നു അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അത് അവരുടെ അവസ്ഥ കൊണ്ടാണ്. ബാക്കിയുള്ള സമയത്ത് നാളത്തേക്കോ അടുത്ത ദിവസത്തേക്കോ ശേഖരിക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തേണ്ട ജോലികൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. വിറകൊക്കെ ശേഖരിച്ച് വിറ്റ് ബാക്കിയുള്ള സമയത്ത് ജോലിക്ക് പോകാമെന്ന് വരുന്ന അവസ്ഥ. അപ്പോൾ സർവൈവിൽ നോക്കിയത് കൊണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ എന്താ ചിന്തിക്കുന്നത്? അടുത്ത ജനറേഷൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞൊരിക്കലും അത് ഫേസ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു ഒരു ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ. ആ ഡിറ്റർമിനേഷനിൽ നിന്നാണ് ഞങ്ങൾ വളർന്നത്. പിന്നെ ആ വളർന്ന സമയത്ത് ചെറിയ കാലം മുതൽ തന്നെ ഈ പറയുന്ന എല്ലാ ലിമിറ്റേഷനും പ്രശ്നങ്ങളും അനുഭവിച്ച് വന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു ഫയറുണ്ട്. കാരണം ഇനിയൊരു തലമുറ ഒരിക്കലും ഇതിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഈ രീതിയിലാകരുത് എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അത് ആഗ്രഹം മാത്രമല്ല, അതാണ് ആവശ്യം. അതിനകത്ത് വേറെ ഓപ്ഷനില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ചെയ്തതെന്താ? അച്ഛൻ ഈ പറയുന്ന കഴിയുന്ന രീതിയിലുള്ള അച്ഛനും അമ്മയും ജോലി ചെയ്തിട്ട് കിട്ടാവുന്ന പൈസകളെല്ലാം ശേഖരിച്ച് അഡ്വാൻസായി നൽകുകയും കടം വാങ്ങിച്ച് നൽകുകയും അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു വളർന്നത്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് തന്നു. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ അത്രത്തോളം ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള തിളങ്ങുന്ന കാര്യങ്ങളല്ലായിരിക്കാം, പക്ഷേ നമുക്കത് വലിയ കാര്യമല്ലേ? നമുക്കത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അവരെ കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിൽ അവർ ചെയ്തു. അപ്പോൾ ആ കിട്ടുന്നതിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ എപ്പോഴും എക്കണോമിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്നൊക്കെ. അപ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത്. നമുക്ക് ചെറിയ രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ ആ കഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും അതിന് കുറേ കടങ്ങളുണ്ടായി, അഡ്വാൻസൊക്കെ കുറേ ആൾക്കാരെ നിന്നൊക്കെ ജോലി ചെയ്യുന്നവരെന്നൊക്കെ വാങ്ങി ചെയ്യേണ്ടി വന്നു. അത് മനസ്സിലാക്കി പഠിച്ചതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഫയറോട് പഠിച്ചു. 2, അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. അച്ഛൻ 10 വരെ പഠിച്ചെങ്കിലും ഒരുപാട് എക്സൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു നോളജ് വെച്ച് അച്ഛന് മനസ്സിലായി, നമ്മൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പോകുന്നതിന് മുമ്പ് അവരെ ബേസിക് പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നൊരു നടക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ചെയ്ത ഏറ്റവും വലിയ കാര്യം അവർ ഈ പറയുന്ന അക്ഷരമാലകളെല്ലാം എന്നെ പഠിപ്പിച്ചു. അതെല്ലാം പഠിപ്പിച്ചെന്നെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നേ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡാവും, നമുക്ക് അപ്രിസിയേഷൻസ് കിട്ടും. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. അത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫീൽ കിട്ടുന്നത്? നമ്മുടെ ഫീലിംഗ് ആണല്ലോ എപ്പോഴും. നമ്മൾ എന്തെങ്കിലും ആസ്പിറേഷൻ ആവുന്നതെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഫീലിംഗ് കിട്ടുന്നതുകൊണ്ടാണ് അതിലേക്ക് ആസ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടല്ല നമ്മൾ ഈ സർവീസൊക്കെ കാണുമ്പോൾ അതിലേക്ക് സൊസൈറ്റിയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കൂ, അത് കിട്ടുന്ന ഫീലിംഗ് അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇതുകൊണ്ടല്ലേ നമ്മളതിലേക്ക് ആസ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കത് ചെറിയ പ്രായം മുതലേ അത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പഠിക്കാനും അപ്രിസിയേഷൻ കിട്ടാനും എല്ലാം ശ്രമിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സിലും എനിക്ക് മുമ്പേ ആ ഒരു ബേസിക് തന്നിട്ടാണ് അച്ഛൻ ഓരോ ക്ലാസ്സിലും എന്നെ ഞങ്ങളെ സ്കൂളിലേക്ക് വിട്ടത്. അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എക്സൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഫീലിംഗ് കിട്ടി. ഇപ്പം ആദ്യം ആൻസർ പറയുന്നു, ഉത്തരം പറയുന്നു, അല്ലെങ്കിൽ അത് പറയുമ്പോൾ അപ്രിസിയേഷൻ കിട്ടുന്നു, ഈ ഒരു ഫീലൊക്കെ കിട്ടുമ്പോൾ നമുക്കത് പഠിക്കാൻ തോന്നി. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയുന്നത് കിട്ടിയത് കൊണ്ടൊരു ബെനിഫിറ്റാണ് പറയുന്നത്. അപ്പോൾ ആ ഫീൽ എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബേസിക്കലി ഞാനും ചേട്ടനും സിസ്റ്ററൊക്കെ മുമ്പിലേക്ക് വന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ട് വന്നു, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തു. ഞാൻ പിന്നെ എൻജിനീയറിംഗ് കഴിഞ്ഞു, എംടെക് കഴിഞ്ഞു. അതൊക്കെ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാവും. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റിയ കാര്യം ഇതെല്ലാം ചെയ്യാൻ അവർക്ക് 10 വരെ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ നോളജ് വെച്ച് അവർ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കണമെന്നുള്ളതോ എങ്ങനെ ലൈഫ് ബിൽഡ് ചെയ്യണമെന്നോ അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കത് എക്സ്പോഷർ ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്തു. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ പോകണം. ആദ്യമേ എഞ്ചിനീയറിംഗ് കിട്ടിയപ്പോൾ എഞ്ചിനീയറിംഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ എംടെക് കഴിഞ്ഞിട്ട് എന്ത് ജോലി കിട്ടണം. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനൊക്കെ ജോലിയൊക്കെ കിട്ടുന്നത് കുറവായതുകൊണ്ട് അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പിന്നെ ISROയിൽ ഞാൻ ജോലി ചെയ്തു കുറച്ച് നാൾ. അങ്ങനെയാണ് സിവിൽ സർവീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി എന്നെ ബിൽഡ് ചെയ്തത് കൊണ്ടാണ് ബേസിക്കലി എനിക്കിവിടെ എത്താൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ആസ്പിറേഷൻ്റെ കൂടെ അവർ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരെല്ലാം സാക്രിഫൈസ് ചെയ്തു. പക്ഷേ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ
അവരിപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ, നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തെന്താ, എൻ്റെ അടുത്ത തലമുറയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. അപ്പോൾ ഒരു തലമുറ സ്ട്രഗിൾ ചെയ്തു, അടുത്ത തലമുറ കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള ഇത് ചെയ്തു. അടുത്ത തലമുറ ഞാൻ കുറച്ചും കൂടി എക്സ്പോഷർ ആക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. ഇതൊരു ഇവല്യൂഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്, ഇവോൾവ് ചെയ്ത് വരുന്നത് പോലെ. അപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു ബേസിൽ നിന്നാണ്, ഫൗണ്ടേഷനിൽ നിന്നാണ്, അവരുടെ വേർപ്പിൽ നിന്നാണ് നമ്മൾ വിജയിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ആ സാഹചര്യത്തിൽ അച്ഛൻ മറ്റു കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക, എഡ്യൂക്കേഷനല്ല ബാക്കിയുള്ള കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അച്ഛന് വേറെ ഒരു ദുശീലങ്ങളുമില്ല, മദ്യപാനം, പുകവലി, ഇങ്ങനെ. അതായത് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ₹1 ഉണ്ടെങ്കിൽ പോലും അത് ഫാമിലിക്കും കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി മാറ്റണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ പ്രയോറിറ്റി അവിടെയാണ്, നമ്മുടെ എപ്പോഴും പ്രയോറിറ്റിയാണ് നമ്മളെ നിശ്ചയിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഓഫീസറാണെങ്കിലും നമ്മുടെ പ്രയോറിറ്റികളാണ് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഞാൻ എന്നെ ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അനിയത്തി ഇപ്പോൾ ഡോക്ടറായി, ഞാനിപ്പോൾ KS വന്നു. അപ്പോൾ അതിന് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അപ്പം എനിക്ക് ഗൈഡൻസിൻ്റെ ലാക്കിംഗ് ഉണ്ടായി. പക്ഷേ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തു. അതൊരു ഇവല്യൂഷൻ പോലെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആസ്പിറേഷൻസ് പാരൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം. അതിലേക്ക് കൂടെ നിൽക്കുക, അത് ഫിനാൻഷ്യലി മാത്രമല്ല മെൻ്റലി. തളർന്നു പോകുമ്പം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രിലിംസ്, ഞാനിവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ തവണ പ്രിലിംസ് നോക്കുമ്പോൾ അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ശരിയാക്കാം, അടുത്ത തവണ പഠിക്കാം. പക്ഷേ അപ്പോഴും അച്ഛൻ എന്താ ചെയ്യുന്നത്, അടുത്ത തവണ പഠിക്കുന്നതിനുള്ള സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ചെയ്യാം. അപ്പോൾ ആ ഒരു മെൻ്റൽ സപ്പോർട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആരെന്ത് പറഞ്ഞോട്ടെ, നിനക്ക് ശരിയാണെന്നുള്ള കാര്യമാണ് നീ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഒരു വാക്കായിരിക്കും, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം നമുക്കുണ്ടല്ലോ. പാരൻസ് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഫിനാൻഷ്യലി മാത്രമല്ലല്ലോ, മെൻ്റലി കൊടുക്കുന്ന സപ്പോർട്ട് കൂടിയാണ് അവരുടെ ആസ്പിറേഷനിലേക്ക് അവരെത്തിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട്. ട്രൂലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും നമ്മളുടെ ഒരു പേഴ്സണൽ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു ഈ ഒരു പ്രോസസ്സും ജേണിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം ഓൾറെഡി ഇപ്പം ഇൻ പ്ലേസ് ആണ്, ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് ഇപ്പോൾ ഇൻ പ്ലേസ് ആണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കോപ്പറേറ്റീവ് ആ ഒരു വിഭാഗത്തിലേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്? ഇപ്പോൾ KS ആസ് എ സർവീസ് തന്നെ പറയാം. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ G20 നടന്നു ഇടയ്ക്ക്. അപ്പോൾ നോർമലി നമ്മൾ UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും കാണില്ല, G20 നടക്കുന്നു, G20 എവിടെ വെച്ച് നടക്കുന്നു, അതിലെന്തൊക്കെയാണ് റെസൊല്യൂഷൻസ് പാസ്സായത് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ഒരു G20 ഭാഗമാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ, അതും G20 ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ KS വരികയും ചെയ്തു. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ വന്നു എന്നുള്ളത്. അപ്പോൾ ഞാനെടുത്ത എഫേർട്ടെല്ലാം എത്തിച്ചേർന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടു, തോറ്റെങ്കിലും, 5 വർഷം തോറ്റെങ്കിലും കുഴപ്പമില്ല, 6ാമത്തെ വർഷം ഈ 5 വർഷത്തെയും എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ, ആ വിഷമം എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സന്തോഷങ്ങൾ നമുക്ക് കിട്ടുന്നില്ലേ. ബാക്കിയെല്ലാം ടെമ്പററി ആയിട്ടുള്ള നമ്മൾ ചെയ്ത സാക്രിഫൈസസുകളാണ്. ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ്സിന് വേണ്ടി നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത്, ആ സാക്രിഫൈസ് ചെയ്തിട്ട് ഞാനിവിടെ എത്തിയപ്പോൾ G20 എന്ന് പറയുന്നത് പഠിച്ച് നമ്മൾ പേപ്പറിൽ മാത്രം കണ്ട ഒരു വലിയൊരു നമ്മൾ ലോകത്ത് നടക്കുന്ന ഒരു വലിയൊരു സബ്മിറ്റ്, ആ സബ്മിറ്റിൻ്റെ ഭാഗമാകാൻ പറ്റി. അപ്പം നമ്മൾ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ നടന്ന G20 ലൈസൺ ഓഫീസേഴ്സായിട്ട് പ്രവർത്തിച്ചതെല്ലാം KS ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രസീലിൻ്റെ അംബാസഡറിൻ്റെ ലൈസൺ ഓഫീസറായിരുന്നു ഞാൻ. അപ്പം നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ ഈ അംബാസഡർ എന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഡിപ്ലോമാറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലാതെ, G20 എന്നൊക്കെ കേട്ടിട്ടില്ല. അതിൻ്റെ പാർട്ടാവുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യം. അപ്പോൾ KS വന്നതുകൊണ്ട് എനിക്കത് കിട്ടിയില്ലേ. അപ്പോൾ G20 പങ്കെടുക്കാൻ പറ്റി, G20 ലൈസൺ ഓഫീസറായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ ഫോട്ടോയിലും TV-യിലും മാത്രം കണ്ട കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാനും, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള 2 രാജ്യങ്ങളെ തമ്മിലുള്ള ബൈലാട്രൽ ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ബ്രസീലിൻ്റെ ലൈസൺ ഓഫീസർ ആയതുകൊണ്ട് ഫ്രാൻസുമായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഫ്രാൻസിൻ്റെ ലൈസൺ ഓഫീസർ KS ഒരാളായിരിക്കും. അപ്പോൾ ഞങ്ങളവർ ഡിസ്കസ് ചെയ്തിട്ട് 2 ഡിപ്ലോമാറ്റിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ബൈലാട്രൽ മീറ്റിംഗ് നടത്തുന്നു. ഇനി അവരുമായിട്ട് മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള ബയലാട്രൽ മീറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം പറ്റി എന്നുള്ളത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അത് KS വന്നുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ ഒന്ന് കാണുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കേരളീയം നടന്നു. കേരളീയത്തിലും KSകാരെല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓരോ വകുപ്പിൻ്റെയും കോർഡിനേഷൻ ചെയ്യുന്നതും എല്ലാം കേരളത്തിൻ്റെ ഓരോ വകുപ്പിനും ഓരോ ലൈസൻസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഓവറോൾ കേരളീയത്തിൻ്റെ
കോർഡിനേഷൻ ചെയ്തതും KS ആരാ. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ വളരെ വലുതാണ്. ഒരു ഈവൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, മാൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ മാൻ മാനേജ്മെൻറ്റ് തെറ്റാണ്, ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന അവിടെ നിന്നാണ്. എങ്ങനെ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ നമുക്കെന്താ ശുചിത്വം എങ്ങനെ ക്ലിയർ ചെയ്യണം, ശുചിത്വം എങ്ങനെ എൻഷുർ ചെയ്യണം, പ്ലാസ്റ്റിക് വരാതെ എങ്ങനെ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും സ്കൂളുകളിലോ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ആസ്പെക്റ്റുകളൊക്കെ ചിന്തിച്ച് അതിന് സ്ട്രാറ്റജികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നന്നായിട്ട് അതിനെ നടത്തി വിജയിപ്പിച്ചെടുക്കുക. അത്തരം ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് വേറെ വലിയൊരു കാര്യമാണ്. ഇത് ട്രെയിനിങ്ങിനുള്ള സമയത്തും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ ഉണ്ട്. അതിനകത്ത് വകുപ്പിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് പോയിട്ട് ഏറ്റവും ബെസ്റ്റ് തീം എക്സിബിറ്ററിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മളിപ്പോൾ സിവിൽ സർവീസ് പഠിച്ച് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്ന വസുദൈവ കുടുംബകം എന്നുള്ളതായിരുന്നു അതിൻ്റെ തീം ഇന്ത്യൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിൻ്റെ. അപ്പോൾ നമ്മളെപ്പോഴും സിവിൽ സർവീസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഓരോ തീമും അതിനെങ്ങനെ ഈ ഒരു മൾട്ടിപ്പിൾ ആസ്പെക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന ഈ ഡൈവേഴ്സ് ആയിട്ടുള്ളതും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആൻസറൊക്കെ ചെയ്യുന്നതുകൊണ്ടും അത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടും ആ രീതിയിലുള്ളൊരു ഹോളിസ്റ്റിക് ഐഡിയ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്കൊരു തീം എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു തീം, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അതായിരുന്നു തീം. അപ്പോൾ സഹകരണ മേഖല എങ്ങനെ അതിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിലാണ് ആ രീതിയിൽ അതിനെ ചെയ്തു. അതായത് നമ്മൾ ഒരു സഹകരണ മേഖല ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നം ഏതെങ്കിലും ഒരാളുടെ വേർപ്പായിരിക്കും, അധ്വാനമായിരിക്കും, അവരുടെ സ്നേഹമായിരിക്കും അല്ലേ. ആ സ്നേഹത്തിൽ നിന്ന് അവരുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അതിർത്തികൾ കടന്ന് സംസ്ഥാനവും രാജ്യവും കടന്നു മറ്റ് യൂറോപ്പിലും അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് അവിടെ കൺസ്യൂം ചെയ്യുന്നു, അതൊരു ആസ്പെക്റ്റ്. പക്ഷേ ആ കൺസ്യൂം ചെയ്യുന്ന ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഒരാളുടെ വേർപ്പിൽ നിന്നും ഒരാളുടെ അധ്വാനത്തിൽ നിന്നും ആ ആളുടെ സാക്രിഫൈസിൽ നിന്നും ആളുടെ സ്നേഹത്തിൽ നിന്നൊക്കെയാണ് ആ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലോകത്തിലേക്ക് എത്തിച്ചില്ലേ. ഒരു പ്രോഡക്റ്റ് എത്തുന്നു എന്നതിലുപരി സഹകരണ മേഖലയിൽ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആ ആളുടെ ഫാമിലിയിലെ ഒരാൾക്ക് അവരുടെ സ്നേഹം ഷെയർ ചെയ്യുന്നത് പോലെ, അവരുടെ സാക്രിഫൈസ് ചെയ്ത് എന്നെ ഡെവലപ്പ് ചെയ്ത അതേ ഒരു മെൻറ്റാലിറ്റി പോലെ ആ പ്രോഡക്റ്റിന് അതുണ്ട്. ആ പ്രോഡക്റ്റാണ് ലോകത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ത്യയെ ലോകത്തിലേക്ക് എത്തുന്നു. വേൾഡ് ഇസ് എ ഫാമിലി എന്നാണ് വസുദൈവ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വേറെ ചെറിയൊരു സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ആ ആളുടെ അധ്വാനവും വിയർപ്പും അവരുടെ സ്നേഹവും എല്ലാം നിറഞ്ഞൊരു പ്രോഡക്റ്റ് ലോകത്തിൻ്റെ വേറൊരു സ്ഥലത്ത് വേറൊരു ഭാഷയിൽ വേറൊരു കോണ്ടിനെൻ്റിലിരിക്കുന്ന ഒരാൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുന്നത് പോലെയാണ് അതെത്തിയത്. ഈ രീതിയിലാണ് ഞാൻ അതിനെ നോക്കിക്കണ്ടത്, അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ പഠിച്ചു നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ചോദിച്ചില്ലേ ആ പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഇതെല്ലാം പഠിച്ചു വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഐഡിയയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു തീം, അതിന് ഏറ്റവും ബെസ്റ്റ് തീം എക്സിബിറ്റർ അവാർഡ് കിട്ടി നമുക്ക്. അപ്പോൾ അതെനിക്ക് വകുപ്പിന് വേണ്ടി ആദ്യമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഫീൽ തോന്നുന്നത്. സിവിൽ സർവീസിൽ പഠിച്ച കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ ശരിയാണ്, ആ ആംഗിളിൽ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ്. അതാണ് വേറൊരു കാര്യം. പിന്നെ വളരെ റീസെൻ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകുപ്പിന് വേണ്ടിയിട്ടൊരു സമ്പൂർണ്ണമായൊരു ഓൺലൈൻ പരിശോധനാ സംവിധാനം നടപ്പിലാക്കാൻ അതിൻ്റെ ടീം ലീഡായിട്ട് ഞാനായിരുന്നു പ്രവർത്തിച്ചത്. അപ്പോൾ അത് ഒരു 4 മാസം കൊണ്ട് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാം മാറ്റി വെച്ചിട്ട് ഫുള്ളി ഫോക്കസ് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതായത് മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്പെക്ഷനെ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തു. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവർക്ക് ആ സംഘത്തിൽ പോയിട്ട് 20 മീറ്റർ ഫെൻസ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് അവർ പോയെന്ന് ഉറപ്പുവരുത്തി ഓരോ ക്വസ്റ്റ്യൻ എസ് ഓർ നോ ക്വസ്റ്റ്യൻസാണ് കൊടുത്തിരിക്കുന്നത്, പരിശോധിച്ച് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് റിയൽ ടൈമായിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ആവും. ആ റിപ്പോർട്ട് ജനറേറ്റ് ആവുന്നത് കൺസേൺഡ് താലൂക്ക് ഓഫീസ്, തഹസിൽദാരിന് ഈക്വൽ ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫീസുണ്ട്, അവിടെ എത്തുന്നു. അവർ അപ്രൂവ് ചെയ്യുന്നതോടുകൂടി നോട്ടീസുകൾ ജനറേറ്റ് ആവുന്നു. സൈനും സെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഘത്തിലേക്ക് പോകും. ഓക്കെ, ഇനി സംഘത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് അവർക്ക് കിട്ടും. അതുപോലെ തന്നെ വകുപ്പിൻ്റെ എല്ലാ സേവനങ്ങളും അവർക്ക് ലഭിക്കുന്നൊരു ആപ്ലിക്കേഷൻ കൂടി. അപ്പോൾ ഇങ്ങനെ ഒരു 3 കമ്പോണൻറ്റ് ചേർന്ന ഒരു സമ്പൂർണ്ണ ഓൺലൈൻ പരിശോധനാ സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ 4 മാസത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ അവാർഡിനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനൊരു അവസരം എനിക്ക് കിട്ടി. വളരെ ഷോർട്ട് ടൈമിൽ ഇങ്ങനെ അവസരം കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവസരം കിട്ടിയത് ചെയ്യാൻ പറ്റി. അത് സഹകരണ മേഖലയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കാനും സഹകരണ മേഖലയെ താങ്ങി നിർത്താനും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് PM-ൻ്റെ 2 അവാർഡിന് അയച്ചു, പ്രൈം മിനിസ്റ്റർ എക്സലൻസ് അവാർഡിനും നാഷണൽ ലീഗ് വൺസ് അവാർഡിന് അയച്ചപ്പോൾ അതൊക്കെ ഒരു ഫീൽ. നമ്മളിതൊക്കെ പേപ്പറിലും മാത്രം കാണുന്നത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതെല്ലാം KS-ലേക്ക് വന്നുകൊണ്ടാണ് അല്ലേ. അപ്പോൾ പക്ഷേ KS-ലെത്താൻ ഞാൻ കുറേ സാക്രിഫൈസ് ചെയ്തില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പക്ഷേ വൺസ് നിങ്ങൾ സക്സസ് ആവും എന്നുള്ളത്. അപ്പോൾ അത് കിട്ടുന്നൊരു ഫീല്
എനിക്കിപ്പോൾ ആ ഗിൽട്ട് ഫീൽ ഇല്ലല്ലോ, എനിക്കിപ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ആ ഫീലാണ് നമുക്ക് ലൈഫിൽ എൻജോയ് ചെയ്യേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പല മേഖലയാവാം, ഇത് തന്നെ ആവണമെന്നില്ല. നമ്മുടെ എന്താണോ നമ്മുടെ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിലേക്ക്, അത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ജയിക്കുക എന്ന് മാത്രമല്ലല്ലോ ആസ്പിറേഷൻ. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആസ്പിറേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുക, അതിൽ സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ലക്കിയായിട്ടും കൂടെ തോന്നുന്നുണ്ട്, അവസരം കിട്ടിയതുകൊണ്ട്. അപ്പോൾ അതെല്ലാം KS വന്നതുകൊണ്ടാണ്. സോ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, യു ആർ സോ ഹാപ്പി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വളരെ ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് വന്നിട്ടുള്ളത് ഈ എക്സ്പീരിയൻസിലൂടെയും ലേണിങ്സിലൂടെയൊക്കെ തന്നെയാണ്. സോ അതേപോലെ ഇതേപോലെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇനിയിപ്പം UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷനും അതേപോലെ തന്നെ KSൻ്റെ എക്സാമിനേഷനും എഴുതാൻ റെഡിയായിട്ട് മാസങ്ങൾക്കപ്പുറം എഴുതാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സക്സസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. പക്ഷേ അതിൽ എത്തേണ്ട ടൈം ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, ചില ആൾക്കാർ പെട്ടെന്ന് എത്തും. അതിലർത്ഥം നമുക്ക് കഴിവുള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തി അല്ലെങ്കിൽ കഴിവില്ലാത്തതുകൊണ്ട് എത്തിയില്ല, അതല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഡ്രീമിലേക്ക് എത്താൻ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് സാക്രിഫൈസസ് ഉണ്ടാവും. മനസ്സിലാക്കുക, ഞാനിപ്പോൾ 5 വർഷം സാക്രിഫൈസ് ചെയ്തു. പക്ഷേ ആ ഓരോ വർഷവും ഞാൻ അനുഭവിച്ച പ്രഷർ, ഈവൻ 4 തവണ തോറ്റു, 5ാമത്തെ തവണ സിവിൽ സർവീസ് പ്രിലിംസും മെയിൻസും എഴുതി, ഇൻ്റർവ്യൂവിന് പോയിട്ട് പിന്നെയും തോറ്റു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ട്രോമ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ലൈഫിൻ്റെ അത്രയും എൻഡ് കണ്ടിട്ടാണ് ഞാൻ പിന്നെ എത്തിയത്. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ അനുഭവിക്കുന്ന ട്രോമ വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ട്രോമയെല്ലാം ഞാൻ ഓവർകം ചെയ്തതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇൻ കേസ് അതിൽ വീണ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ എത്തത്തില്ല. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 5 വർഷമുള്ള എല്ലാ ട്രോമയും മാറിപ്പോയി, അല്ലേ? അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ആ പാതകൾ വളരെ ബുദ്ധിമുട്ടതായിരിക്കും. അതിന് സാക്രിഫൈസ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ട്രോമ ഉണ്ടാവും, സോഷ്യൽ പ്രഷർ ഉണ്ടാവും, കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും, ഡെസ്പറേഷൻസ് ഉണ്ടാവും, ഡിപ്രഷൻസ് ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇതൊന്നും ബാധിക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പോകുന്ന പാതയുടെ അങ്ങേയറ്റത്ത് ഒരു സക്സസ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ 95%, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങളുടെ ബെൻഡർ ഒരു ചേച്ചിയുണ്ട്, ബിന്ദു ചേച്ചി എന്ന് പറയും. ബിന്ദു ചേച്ചി എപ്പോഴും പറയും, 100 വാതിലുകളുണ്ട്, 96 വാതിൽ വരെ നമ്മൾ തട്ടും, അപ്പോൾ തുറക്കത്തില്ല. 4 വാതിലുകൾ തുറക്കാൻ മടിച്ചിട്ട് 96 വാതിലുകൾ തുറന്ന ആ ഒരു എഫേർട്ടുണ്ടല്ലോ, ഒരു സിംബോളിക്കായിട്ട് പറയുന്ന ആ എഫേർട്ടിനെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. നമ്മൾ ആലോചിക്കുക, നമ്മുടെ വിജയം 4 വാതിലുകൾക്കപ്പുറം ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ പോട്ടെ 99 വരെ തട്ടിയെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ 10 മാർക്കിന് സർവീസ് പോയി, ഞാൻ നിർത്തിയിരുന്നെങ്കിലോ? അപ്പോൾ 99-ലെത്തി, 1 എനിക്ക് ഓപ്പൺ ചെയ്യണം, ഞാൻ എന്നിട്ട് 0-ലെത്തി. അപ്പോൾ 99 വരെ ചെയ്ത എഫേർട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണല്ലോ. വീണ്ടും ആ 1-ന് വേണ്ടി മത്സരിക്കണമോ അതോ 99 വരെ ആയിട്ട് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആവണമോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. പല ആൾക്കാരും, എനിക്ക് തോന്നിയത്, നമ്മൾ 99 വരെ തട്ടിയിട്ട് നിർത്തിയിട്ട് പോകും. 2 വാതിലോ 1-2 വാതിലും കൂടെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ്സിലെത്തി. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും ഫാക്ടർ കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ട് പോകാനായിരിക്കും. ഞാൻ പറയുന്നത് വിജയം അടുത്ത് തന്നെയുണ്ട്. അതിനുവേണ്ടി ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് കൂടി പ്രിപ്പയർ ചെയ്യുക. 99 തോറ്റു കഴിഞ്ഞാൽ 100-ാമത്തിൽ തട്ടുക, 96 തൊട്ട് കഴിഞ്ഞാൽ ബാക്കി 4-ത്തിൽ തട്ടുക. അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സക്സസ് ഉണ്ട്. പക്ഷെ പൊതുവിൽ നമുക്ക് ഈ സൊസൈറ്റിയുടെ പ്രഷറും ഫാമിലി പ്രഷറും മൊത്തം ഈ മെൻ്റലി ആ ടോർച്ചറും ഒന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 95-ഓ 96-ഓ വാതിലൊക്കെ തട്ടിയിട്ട് എല്ലാം നിർത്തിയിട്ട് പോകും. പക്ഷേ അവിടെ മനസ്സിലാക്കുക, ലൈഫിൽ ഈ 96 വാതിൽ ഓപ്പൺ ചെയ്യാനുള്ള എഫേർട്ട് എടുത്തതെല്ലാം ലൈഫിൽ എപ്പോഴും ഗിൽട്ടായിട്ട് കിടക്കും. പിന്നെ അതിനൊരു വിലയില്ലാതായിപ്പോയില്ലേ, അത് മനസ്സിലാക്കുക. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ ചെയ്യുക, സക്സസ് അവിടെ ഉണ്ട്, അവിടെ എത്തും, ഉറപ്പായിട്ട് എത്തും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കണ്ടീഷൻസ് ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എത്തും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് കളഞ്ഞിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉറപ്പായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നല്ല രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവും. 2, അതിൻ്റെ അടുത്ത് വരെയുള്ള ജോലി ഉറപ്പായിട്ട് കിട്ടും. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അതാണ് ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഈ IPM IAS അക്കാഡമിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മൾ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിളായിട്ട് കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം സിവിൽ സർവീസിനും KSനും എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ അതും ടോപ്പിക് സ്പെസിഫിക് വീഡിയോസായിട്ടൊക്കെ തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ ടൈം പീരീഡിലോ എപ്പോഴെങ്കിലും IPM IAS അക്കാഡമിയായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കം അക്രോസ് ചെയ്തിട്ടുണ്ടോ?
അപ്പോൾ ഇപ്പോൾ അക്കാഡമി ആയി ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ബന്ധം പറയാം. അപ്പോൾ ഞാനും ഗൗതമുമായി ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്. ഓരോ സ്ട്രഗിളും ഗൗതമിനും അറിയാം, എൻ്റെ സ്ട്രഗിളെല്ലാം ഗൗതം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊരു അക്കാഡമി ആയി മാറുന്നതിന് മുമ്പ് ഗൗതം ഈ ഒരു IPM IAS അക്കാഡമി എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി മാസ്റ്ററി എന്ന് പറഞ്ഞ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന മുതൽ എനിക്കറിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കിയ ഷോർട്ട് വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിവിഷൻ്റെ സമയത്തൊക്കെ വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ആ വീഡിയോസ് ഉപയോഗിക്കാനും അതിൻ്റെ സ്പെസിഫിക് നോട്ട്സും ഗൗതം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു റിവിഷൻ നടത്തണമെങ്കിൽ വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് പെട്ടെന്ന് പോയി 2 മിനിറ്റ് 1 മിനിറ്റ് വീഡിയോ കാണാൻ നല്ലതായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ആ ഷോർട്ട് നോട്ടും ആ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് മെയിൻസ് എഴുതുന്ന സമയത്തും KSൻ്റെ മെയിൻസ് എഴുതുന്ന സമയത്തൊക്കെ എനിക്ക് റിവിഷൻ ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഇപ്പോൾ അക്കാഡമി ആയി, പക്ഷേ അന്ന് ഗൗതമിൻ്റെ ഡ്രീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലയ്ക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും പറ്റി. അതിൻ്റെ ഒരു ഗൗതമിൻ്റെ ഒരു വേർപ്പിൻ്റെ ഒരു അംശം എൻ്റെ വിജയത്തിലും ഒരു പാർട്ടായി എന്നുള്ളത് എനിക്ക് വളരെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ ഹാപ്പിനെസ് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു ആ സമയത്ത്. അപ്പോൾ അതിനും ഗൗതമിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. കാരണം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള KS എക്സാമിനേഷനെ പറ്റി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ആളുകൾക്ക്. ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സംസാരിക്കാൻ പറ്റിയതെന്ന് കാരണം ഗൗതമിൻ്റെ ഒരു വഴി, ഇവിടേക്ക് എത്തുന്ന വഴി ഞാൻ നേരിട്ട് കണ്ട ആളെന്ന് നിലയ്ക്കാണ്. പിന്നെ എൻ്റെ വിജയത്തിൽ ഒരുപാട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. മെൻ്റലി ആയിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കണ്ടൻറ് എൻട്രി ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഷോർട്ട് നോട്ടുകളൊക്കെ തയ്യാറാക്കി തരുന്നതിലാണെങ്കിലും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടും എനിക്കും ആ വിജയം വളരെ പേഴ്സണലി കുറച്ച് ഫീലിങ്സ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു സോ മച്ച്.